ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാത സമയം ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേര്. ഇന്ന് പ്രഭാത സമയം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? അതൊരു പക്ഷെ നിങ്ങളുടെ ജോലി ആയിരിക്കാം, ഒരുപക്ഷെ ഒരു കുഞ്ഞിന് വേണ്ടിയായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു രോഗശാന്തി ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ സമാധാനമായിരിക്കാം. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയിട്ടും മാസങ്ങൾ കടന്നുപോയിട്ടും വർഷങ്ങൾ പോലും കടന്നുപോയിട്ടും മറുപടി ലഭിക്കാത്ത വിഷയങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം നിശബ്ദമായി ചോദിക്കുന്നുണ്ടായിരിക്കാം, കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഈ വിഷയം ഒരു സ്ത്രീയുടെ കണ്ണുനീരിന്റെ കഥ മാത്രമല്ല, ഒരു തലമുറയെ പോലും മാറ്റിയ പ്രാർത്ഥനയുടെ കഥയാണ്. ഇവിടെ ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ എൽക്കാന എന്ന മനുഷ്യൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാൾ പെരീന, മറ്റൊരാൾ ഹന്ന. പെരീനയ്ക്ക് അനേകം മക്കൾ ഉണ്ടായിരുന്നു, പക്ഷെ ഹന്നയ്ക്ക് ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ബൈബിൾ പറയുന്നു, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഇതൊരു വ്യക്തിപരമായ ദുഃഖം മാത്രമല്ലായിരുന്നു. അന്നത്തെ സമൂഹത്തിൽ സന്താനമില്ലാത്ത സ്ത്രീയെ അപമാനിക്കുകയും അവളെ സത്യം പറഞ്ഞാൽ അപൂർണയായവളായിട്ടാണ് കണ്ടിരുന്നത്. ഓരോ വർഷവും ഇവർ ഷീലോവിലെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുമായിരുന്നു. എന്നാൽ ആരാധന കഴിഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ഹന്നയുടെ ഹൃദയത്തിൽ യാതൊരു വിധമായ സമാധാനവും ഉണ്ടായിരുന്നില്ല. കാരണം പെരീനെ അവളെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു, നിരന്തരം പ്രകോപിപ്പിച്ചിരുന്നു, നിരന്തരം പരിഹസിച്ചിരുന്നു. അവളുടെ മുറിവിൽ വീണ്ടും വീണ്ടും ഉപ്പ് വരട്ടുന്നത് പോലെ അവൾ സംസാരിക്കുന്നത്. ഹന്ന വളരെ കരഞ്ഞു. ഭക്ഷണം പോലും കഴിക്കാതിരുന്ന ദിവസങ്ങളുണ്ട്. അവളെ ആശ്വസിപ്പിക്കാൻ ഭർത്താവായ എൽക്കാന ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും അധികമല്ലേ. പക്ഷേ ചില വേദനകൾ മനുഷ്യരുടെ സ്നേഹത്താൽ മാറത്തില്ല, മറയത്തില്ല. അവ ദൈവസന്നിധിയിൽ മാത്രമേ മാറത്തുള്ളൂ, ദൈവസന്നിധിയിൽ മാത്രമേ ഉരുകത്തുള്ളൂ. ഒരു ദിവസം ഹന്ന ദേവാലയത്തിലേക്ക് കയറി ചെന്നു. അവൾ ശബ്ദമില്ലാതെ പ്രാർത്ഥിച്ചു തുടങ്ങി. അധരങ്ങളെ മാത്രം ചലിപ്പിച്ചു, ചുണ്ടുകൾ മാത്രം അനങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ട മഹാപുരോഹിതനായ ഏലി അവളെ മദ്യപിച്ചവളാണെന്ന് തെറ്റിദ്ധരിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സമൂഹം അവളെ മനസ്സിലാക്കിയില്ല. അടുത്തു നിൽക്കുന്നവർ പോലും അവളുടെ വേദന മനസ്സിലായില്ല. പുരോഹിതൻ പോലും അവളെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ദൈവം അവളുടെ ഹൃദയത്തിലെ ഓരോ കണ്ണുനീരും കാണുന്നുണ്ടായിരുന്നു. ഇവിടെ മറഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മം, ഹന്ന ദൈവത്തോട് ചോദിച്ചതൊരു കുഞ്ഞിനെയായിരുന്നു, പക്ഷെ ദൈവം ലോകത്തിന് നൽകാൻ തയ്യാറാക്കിയിരുന്നത് ഒരു കുഞ്ഞല്ലായിരുന്നു, ഒരു പ്രവാചകനെയായിരുന്നു. അവൾ തന്റെ കുടുംബത്തിന്റെ ശൂന്യതയെക്കുറിച്ച് പറഞ്ഞു. ദൈവം ഒരു ജനതയുടെ ആത്മീയ ഭാവിയെക്കുറിച്ചാണ് പ്രവർത്തിച്ചത്. ഇതാണ് ഇന്നത്തെ വചനത്തിന്റെ മർമ്മം. നമ്മൾ നമ്മുടെ ആവശ്യത്തിന്റെ വലുപ്പം നോക്കിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ദൈവം തന്റെ പദ്ധതിയുടെ വലുപ്പം നോക്കി മറുപടി നൽകും. അതുകൊണ്ട് ദൈവത്തിന്റെ മൗനം എല്ലായ്പ്പോഴും തിരസ്കരിക്കരുത്. ചിലപ്പോൾ അത് ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന ഒരു നിശബ്ദമായിരിക്കാം. ഇന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം നോക്കി വിഷമിക്കേണ്ട. അവർക്കെല്ലാം ലഭിച്ചല്ലോ, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഇല്ല. ഇന്ന് ഹന്നയുടെ ജീവിതം നിങ്ങളോട് പറയുന്നത്, പെരീനയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു, പക്ഷേ ശമൂവേൽ ഉണ്ടായിരുന്നില്ല. ദൈവം എല്ലാവർക്കും ഒരേ ആഗ്രഹമല്ല നൽകുന്നത്. ഓരോരുത്തർക്കും അവന്റെ പദ്ധതി പ്രകാരമാണ് ആഗ്രഹങ്ങളെ നൽകുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അനുഗ്രഹം നോക്കി നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തരുത്. വർഷങ്ങൾക്ക് ശേഷം ചരിത്രം ആരെയാണ് ഓർത്തത്? ഇവിടെ പെരീനയോ അല്ല, ഹന്നയെയാണ് ഓർത്തത്. കാരണം അവൾ ഒരു കുഞ്ഞിന്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായ ഒരു പ്രവാചകന്റെ അമ്മയായതുകൊണ്ടാണ്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കാത്തിരിക്കുന്ന മറുപടി വൈകുന്നുണ്ടായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങൾക്കൊരു സാധാരണ അനുഗ്രഹം നൽകാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റി പ്രവർത്തിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ പ്രഭാത സമയം ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. നിങ്ങളുടെ മൗന പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സന്നിധിയിൽ നഷ്ടമായിട്ടില്ല. നിന്നെ തെറ്റിദ്ധരിച്ചവരുടെ അഭിപ്രായം നിന്റെ ഭാവിയെ നിർണയിക്കത്തില്ല. ഞാൻ നിനക്കായി ഒരുക്കുന്നത് നീ ചോദിച്ചതിനേക്കാൾ വലിയതാണെന്ന് ദൈവാത്മാവ് പറയുന്നു. ഒരിക്കലും താരതമ്യം ചെയ്തത് മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കരുത്, അത് ഉപേക്ഷിക്കൂ. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ കാണുന്നത് ഒരുപക്ഷെ വൈകിയ മറുപടി ആയിരിക്കാം, പക്ഷെ ദൈവം ഒരുക്കുന്നത് തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ ചോദിച്ചത് ഒരു അനുഗ്രഹമാണെങ്കിൽ ദൈവം ഒരുക്കുന്നത് ഒരു പരമ്പര തന്നെയാണ്. അതിനാൽ ഇന്ന് ഈ പ്രഭാത സമയം ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ആ വചനത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിലും ഉപരി ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുമെന്ന് എന്നീ പ്രഭാത സമയം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ നൽകണമേ. മറ്റുള്ളവരുമായി ഞങ്ങളെ താരതമ്യം ചെയ്യാതെ നിന്റെ സമയത്തെയും നിന്റെ പദ്ധതിയെയും വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ നിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യമായി മാറ്റണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.